ഞാൻ മേലെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓടിച്ചിട്ട് പെട്ടെന്ന് ഭയങ്കര ഇതിലങ്ങ് വന്നു. ഞാൻ വണ്ടി എടുത്തങ്ങ് പോയി. കൊടും കാടിന് നടുവിൽ വൈൽഡ് ലൈഫ് പ്രേമികൾക്ക് മാത്രമായുള്ള ഒരു റിസോർട്ടിൽ താമസിച്ചാലോ? അതും കാടിനെ അടുത്തറിഞ്ഞുകൊണ്ട് ട്രെക്കിങ്ങും സഫാരിയും ഹെർപ്പിങ്ങും നടത്താൻ അവസരമുള്ള ഈ റിസോർട്ടിലേക്ക് 6 കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്തു വേണം എത്താൻ. പോകുന്ന വഴിയിൽ ഇതുപോലെ ആനയുടെ മുന്നിൽ പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് റിസോർട്ടിൻ്റെ ജീപ്പിൽ തന്നെ പോകുന്നതാണ് നല്ലത്. മനോഹരമായ ഒരു തടാകത്തിൻ്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ടിന് 100 വർഷത്തെ ഹിസ്റ്ററി പറയാനുണ്ട്. ഒരു ഫോട്ടോഗ്രാഫി ക്യാമ്പ് കണ്ടക്ട് ചെയ്യാനെത്തിയ ഞങ്ങളെ വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ സ്റ്റാഫും പിന്നെ ഈ കാടും സ്വീകരിച്ചത്. അതിലേറെ സന്തോഷമായത് കാടിനെ ബഹുമാനിക്കുന്നവരെ മാത്രം വെൽക്കം ചെയ്തുകൊണ്ട് വീണ്ടും ഇതുപോലത്തെ വൈൽഡ് ലൈഫ് ക്യാമ്പുകൾ ഇവരിവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ്. പിന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇവിടുത്തെ ബേർഡ് വാച്ചിങ്. വെസ്റ്റേൺ ഗാർഡ്സിൽ വളരെ റെയറായിട്ട് മാത്രം സ്പോട്ട് ചെയ്യുന്ന പല പക്ഷികളെയും ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഒരു കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോഴും ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള റൂമുകളും ഭക്ഷണവുമാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആംബിയൻസിലും സൗകര്യത്തിലും വൈൽഡ് ലൈഫ് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് വയനാട് വൈത്തിരിയിലുള്ള ജംഗിൾ പാർക്ക് റിസോർട്ട് തിരഞ്ഞെടുക്കാം. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്.